കേരളത്തിലൊരു ട്രെയിനിൽ ടി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിഴ ഈടാക്കിയതിന്റെ പ്രതികാരത്തിൽ ഒരു യാത്രക്കാരൻ ഇതര സംസ്ഥാനക്കാരനായ രജനീകാന്ത് രഞ്ജിത്ത് എന്ന യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒഡീഷ സ്വദേശിയാണ് പ്രതി. എറണാകുളം സ്വദേശിയായ ടി വിനോദ് കണ്ണനെയാണ് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. തൃശ്ശൂരിൽ വെച്ചാണ് ആ ദാരുണമായ സംഭവം നടന്നത്. സൂരജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, അവിടെ ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. ഗൂഗിൾ എന്തായാലും ഇവിടെ ഈ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ പേഴ്സ്, മൊബൈൽ ഫോൺ അടക്കമുള്ള വസ്തുക്കൾ ഈ പാളത്തിന്റെ ഈ വശങ്ങളിലെല്ലാം തന്നെ ചാടി കിടക്കുന്നുണ്ട്, വീണ് കിടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഒരു പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടികളിലേക്കെല്ലാം തന്നെ പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെ ദാരുണമായ ഒരു സംഭവം. സ്വന്തം തൊഴിലെടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മുടെ ട്രെയിൻ യാത്രയുടെ സുരക്ഷ എത്രത്തോളം എന്നുള്ളത് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന നിലയാണുള്ളത്. കാരണം ഈ എലത്തൂർ സംഭവത്തിനൊക്കെ ശേഷം ഈ ട്രെയിനിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന അടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു, പദ്ധതികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള നടപടികളുമായി റെയിൽവേ മുന്നോട്ട് പോയി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ടിക്ക് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതും ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിലാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:30 ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും 6:15 ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. 6:15 ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. അതിനുശേഷം ഈ സമയത്ത്, അതായത് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ഈ തൃശ്ശൂരിൽ ഇറങ്ങിയ സഹപ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്തെല്ലാം തന്നെ ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും തന്നെ കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ നിന്ന് മാറ്റി അതിനുശേഷമാണ് ഈ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ആ സമയത്ത് ഈ വാതിൽക്കൽ നിന്നാണ് ഈ പ്രതി രജനീകാന്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടിക്കറ്റ് പരിശോധിച്ചുകൊണ്ട് ഈ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷന് അടുത്തെത്തുന്ന സമയത്താണ്, അതിനു മുൻപാണ് ഇവർ തമ്മിൽ ഈ ടിക്കറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ സമയത്ത് ഈ രജനീകാന്തിന് ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഈ ടിക്കറ്റ് എടുത്താൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ മാറി കയറണം എന്നുള്ളത് കയറണം എന്ന നിർദ്ദേശം നൽകുന്നു. പിഴ അടച്ചു കഴിഞ്ഞാൽ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നറിയിക്കുന്നു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. ഈ വാതിൽക്കൽ നിന്ന് വാക്കുതർക്കം ഉണ്ടാകുന്നു. ആ സമയത്ത് ഈ വിനോദിനെ പുറകിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആ സമയത്ത് വാതിലിന്റെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അത് വിനോദ് നടത്തി. പക്ഷേ ആ ശ്രമം വിഫലമായി പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഒരു 100 മീറ്ററോളം ദൂരം ഇദ്ദേഹം ഈ കമ്പിയിൽ തൂങ്ങിക്കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഡയറിയും ഫോണും അതുപോലുള്ള വസ്തുക്കളെല്ലാം തന്നെ ഈ പാളത്തിന്റെ വശത്തായി ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. അതായത് ഈ 100 മീറ്ററോളം ദൂരം ഇദ്ദേഹം വഴുതി തെന്നി നീങ്ങി എല്ലാം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇത് ഒരു ലൂപ്പ് ലൈൻ വരുന്ന ഭാഗമാണ് ഈ റെയിൽവേയുടെ. അതുകൊണ്ട് തന്നെ അടുത്ത പാളത്തിലേക്കാണ് ഇദ്ദേഹം വീഴുന്നത്. ആ സമയത്ത് മറ്റൊരു ട്രെയിൻ ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ട്രെയിൻ ഏതാണ് എന്ന് എല്ലാം തന്നെ കണ്ടെത്താനുള്ള നടപടികൾ അതെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന്, റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ട്രെയിനും ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയതോടുകൂടി മൃതദേഹം ചിന്നിച്ചിതറുന്ന നിലയിലേക്ക് പോയി. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം തന്നെ ഈ ശേഖരിച്ച് അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് വരുന്നത്. വിനോദിനെ സംബന്ധിച്ച് 3 ആഴ്ചകൾക്ക് മുമ്പാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത്. സ്വന്തമായ ഒരു വീട് അത് ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു. അത് പണിത് ഈ എറണാകുളം മഞ്ഞുമല്ലെ ആ വീട്ടിലേക്ക് താമസം മാറുന്നു. 3 ആഴ്ചയായിട്ടേ ഉള്ളൂ ആ വീട്ടിൽ താമസിച്ച് കൊതി തീർന്നിട്ട് പോലുമില്ല. ആ സമയത്താണ് ഇത്തരം ഒരു ദാരുണമായ സംഭവത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സഹപ്രവർത്തകർ എല്ലാവരും പറയുന്നത് ഈ സൗമ്യ സ്വഭാവത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഈ ടിക്കറ്റ് ഇല്ലാതെ കയറുന്ന ആളുകളോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ചില ടിമാർ കയർത്ത് സംസാരിക്കാറുണ്ട്, എന്നാൽ വിനോദിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടാകാറില്ല. പലപ്പോഴും സൗമ്യമായി തന്നെ സംസാരിച്ച് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിഴ ഈടാക്കി യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സൗമ്യ സ്വഭാവമായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് കലാകാരനായിരുന്നു. സിനിമകളിൽ ഉൾപ്പെടെ പുലിമുരുകൻ ചിത്രത്തിൽ ഉൾപ്പെടെ അഭിനയിച്ച വ്യക്തിയാണ്. അങ്ങനെ കലാരംഗത്തും തിളങ്ങി നിന്ന ഒരു വ്യക്തി. ആ സഹപ്രവർത്തകനെ നഷ്ടമായതിന്റെ ദുഃഖത്തിലാണ് ഈ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ ഉള്ളത്. ഇവിടെ വിനോദിന്റെ സഹപ്രവർത്തകരായുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ പ്രദേശത്തേക്ക്
സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. അതിൽ സഹപ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. ഈ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും പറയുന്നത് വലിയൊരു ഞെട്ടലോടെ മാത്രമാണ് ഈ വാർത്ത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്തു വന്ന സഹപ്രവർത്തകനായി ടിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് സന്തോഷത്തോടു കൂടി പിരിഞ്ഞതാണ്. അതിനുശേഷം അരമണിക്കൂറിന് ഇപ്പുറം കേൾക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ട വിനോദിന്റെ വാർത്തയാണ്. അങ്ങനെ ഏറെ വിഷമപ്പെടുത്തുന്ന, ഹൃദയവേദന തോന്നിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. അവർക്കെല്ലാം വിനോദിന്റെ ഈ കലാപരമായ കഴിവുകളെ കുറിച്ച് പറയാനാണെങ്കിലും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ സന്തോഷമെല്ലാം വിനോദ് ഇവരോടൊക്കെ പങ്കുവച്ചിരുന്നതാണ്. ആ വിഷമങ്ങളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടാണ് സഹപ്രവർത്തകരും എല്ലാവരും ഈ കണ്ണീരണിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അല്പസമയത്തിനകം ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിന്റെ ഭാഗമായി കൊണ്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുകയാണ്. പ്രതിയെ അതുപോലെ തന്നെ ഈ പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ തൃശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏകദേശം 1 മണിക്കൂറിനകത്ത് തന്നെ ഈ തൃശൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും എത്തിക്കുക. അതിനുശേഷമായിരിക്കും ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. എന്താണ് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചത് എന്നതെല്ലാം തന്നെ പ്രതിയോട് ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രതി ഈ സംഭവം നടക്കുന്ന സമയത്തെല്ലാം തന്നെ മദ്യലഹരിയിലായിരുന്നു. ഇപ്പോഴും ഈ പ്രതി മദ്യലഹരിയിലാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മദ്യലഹരിയിൽ നിന്ന് വിട്ടുമാറിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസും ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, റെയിൽവേ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരം ഒരു സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികളും മറുതലക്കലിൽ നടക്കുന്നുണ്ട്. പ്രതിയെ അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലേക്ക് എത്തിക്കും. അതോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഈ ട്രാക്കിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. മൃതദേഹം ഇപ്പോഴും ഈ ട്രാക്കിൽ തന്നെയാണുള്ളത്. കാരണം 6:30ക്കാണ് ഈ സംഭവം നടന്ന, 6:30ക്കും 7 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല. അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. ഈ ട്രെയിനിലെ യാത്രക്കാരൻ തന്നെയാണ് ഈ സംഭവത്തിന് ശേഷം ഈ പോലീസിന്റെ റെയിൽവേ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഈ വിവരം കൈമാറുന്നത്. അങ്ങനെയാണ് പോലീസ് ഈ വിവരം അറിയുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഈ മെഡിക്കൽ കോളേജ് പോലീസിനടക്കം വിവരം കൈമാറുന്നു. അങ്ങനെ പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയാണ് ഈ മൃതദേഹം തിരിച്ചറിയുന്നതും ഇത് ടി.ടി. മരിച്ചത് എന്ന കാര്യമെല്ലാം സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ID കാർഡുകളും ഉൾപ്പെടെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. ഏറ്റവും ദാരുണമായ, അല്ലെങ്കിൽ നാടിനെ നടുക്കുന്ന ഒരു കൊലപാതകം എന്ന് പറയുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ട്രെയിനിൽ നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഉള്ള മാർഗമായാണ് പലരും ഈ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ആ സുരക്ഷിതമെന്ന് കരുതുന്ന ട്രെയിൻ യാത്രയിൽ പോലും സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ എലത്തൂർ സംഭവത്തിന് ശേഷം വീണ്ടും ഒരു ദാരുണമായ സംഭവം ആവർത്തിക്കുന്നു. നമ്മുടെ ട്രെയിൻ സുരക്ഷ എങ്ങോട്ട് പോകുന്നു എന്നത് തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്നു. ഈ ടി.ടിക്ക് പോലും രക്ഷയില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പ്രത്യേകിച്ച് ഈ ദീർഘദൂര ട്രെയിനുകളിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുള്ളത് എന്നുള്ളതാണ് ഇവരുമായി എല്ലാം സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ സൂരജ്, യാത്രക്കാരുടെ ഒപ്പം അതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്വം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്ന റെയിൽവേ ജീവനക്കാരുടെ കൂടി സുരക്ഷ, അങ്ങനെ എല്ലാവരുടെയും സുരക്ഷയെ ആശങ്കയിലാക്കുന്ന, അവരുടെ കടമ നിർവഹിക്കുന്നതിന് അവർക്കൊരു ഭയമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്.